Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് icse ക്ലാസ് 10ന്റെ സ്ട്രിംഗ് മാനിപ്പുലേഷൻസിലെ ഒരു സാമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് എ സെന്റൻസ് ആൻഡ് കൗണ്ട് നമ്പർ ഓഫ് ക്യാപിറ്റൽ എ ഓർ സ്മോൾ എ ഇൻ ഇറ്റ്. അതായത് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു സെന്റൻസ് ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കുക. എന്നിട്ട് അതിനകത്ത് എത്ര ക്യാപിറ്റൽ എ ഉണ്ട്, എത്ര സ്മോൾ എ ഉണ്ട്, അതിന്റെ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ട്രിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എ കൗണ്ട് കൊടുക്കുകയാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു സെന്റൻസ് ഇൻപുട്ടായിട്ട് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ ജസ്റ്റ് കൊടുക്കാം സിസ് ഔട്ട് എൻ്റർ എ സെന്റൻസ്. അപ്പോൾ സെന്റൻസ് എങ്ങനെയാണ് ഇൻപുട്ട് വാങ്ങിക്കുന്നത്? സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ലേ. അപ്പോൾ സ്കാനർ SC ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഐ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ സ്കാനറിന്റെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ എറർ കിടക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻറ്റിജർ ഇൻപുട്ടായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇൻ്റ് എന്ന് കൊടുക്കും അല്ലേ. ഡബിൾ വാങ്ങുമ്പോൾ ഡബിൾ എന്ന് കൊടുക്കും. നമ്മളൊരു സെന്റൻസ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് സ്ട്രിങ്. ഓക്കെ, സ്ട്രിങ് S ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട്, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നെക്സ്റ്റ് ഇൻറ്റിജറിനാണെങ്കിൽ ഇൻ്റ് എന്ന് കൊടുക്കാം, ഡബിളിനാണെങ്കിൽ ഡബിൾ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ടൈപ്പ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ലൈൻ ആണ്. ഇത് എടുത്തു പറയാൻ കാര്യം, നിങ്ങളിപ്പോ തിയറട്ടിക്കലായിട്ട് ഒരു എക്സാമിന് എഴുതുന്നെങ്കിൽ നിങ്ങൾ ഓർക്കാതെ നെക്സ്റ്റ് സ്ട്രിങ് എന്ന് എഴുതി പോകും. അങ്ങനെ ഒരു ടൈപ്പ് ഇല്ല കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ എവേ. ഇതാണ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് സ്റ്റോർ ആവുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇൻഡെക്സിൽ ഈ ക്യാപിറ്റൽ എ സ്റ്റോർ ആവും, സെക്കൻഡ് ഇൻഡെക്സിൽ കിടക്കുന്നത് സ്മോൾ ആൻഡ്, തേർഡ് ഇൻഡെക്സിൽ ഈ എംപ്റ്റി സ്പേസ്, അത് കഴിഞ്ഞ് വീണ്ടും എ. ഇങ്ങനെയാണ് ഇത് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്ത് ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് ഓരോ ക്യാരക്ടറിനെ വെച്ച് എടുക്കണം. എന്നിട്ട് ചെക്ക് ചെയ്യണം ഇത് ക്യാപിറ്റൽ എയോ സ്മോൾ എ ആണോ എന്ന്. ആണെങ്കിൽ മാത്രം അതിന്റെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ അതിന്റെ രീതി. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ അറേ എഴുതുന്നോണം തന്നെ ഈ സ്ട്രിങ് ഐട്രേറ്റ് ചെയ്തെടുക്കണം. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ എവിടെ വരെയാണ്? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് വരെ. സ്ട്രിങ് എഴുതിനകത്തുണ്ട് എസ്സിലല്ലേ. അപ്പോൾ എസ് ഡോട്ട് ലെങ്ത് S++. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഫോർ ലൂപ്പ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ. ഇനി എന്താണ്, നമ്മൾ ഇതിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ. സോറി, ഇവിടെ S++ അല്ല I++. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഇനി എന്താണ്, നമ്മളിപ്പോൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് നമ്മൾ അതിനെ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പാണ് char_c. ഓക്കെ, ഓരോ ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിട്ട് അത് എ ആണോ സ്മോൾ എ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ char ഒരു വേരിയബിൾ നെയിം ഞാൻ കൊടുത്തു, c ഈക്വൽ ടു നമ്മുടെ സ്ട്രിങ് ഡോട്ട് ക്യാരറ്റ് ഐ. അതായത് ഓരോ തവണ ഐട്രേറ്റ് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ മാറുമല്ലോ. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. അതായത് അപ്പൊ സ്ട്രിങ്ങിന്റെ ith ഇൻഡെക്സിലെ ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 0. 0th ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ സി കാണും. വീണ്ടും ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ സി കാണും. അപ്പൊ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടല്ലേ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ക്യാരക്ടർ എടുത്തിട്ട് നമ്മൾ ഇനിയാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക് കൊടുക്കുന്നത്. ഇഫ് സി ഈക്വൽ ടു ഒരു സിംഗിൾ കോട്ടില് ക്യാപിറ്റൽ എ കൊടുക്കാം. ക്യാപിറ്റൽ എ ആണോ എന്ന് നോക്കണം. ഓർ സി ഈക്വൽ ടു സ്മോൾ എ. ഓക്കെ, ഇതാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കൗണ്ട് വേരിയബിൾ കൊടുക്കുക. കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ കൗണ്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ക്യാരക്ടർ കിടക്കുന്ന, ഇപ്പൊ ഓരോ ക്യാരക്ടർ എടുത്തു. ആദ്യം 0th ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാരക്ടർ ഏതാണ്? ഈ എ ആണ് അല്ലെ. അപ്പൊ എ എടുത്ത് സിക്കകത്ത് കൊടുത്തു. അതപ്പോ ക്യാപിറ്റൽ എക്ക് ഈക്വൽ ആണ്, ശരിയല്ലേ. അപ്പൊ കൗണ്ട് ഇൻക്രിമെന്റ് ആവും. എന്നിട്ട് നെക്സ്റ്റ് ക്യാരക്ടറിനെ എടുക്കും, എന്നിനെ എടുത്തു കഴിഞ്ഞ് സിക്കകത്തോട്ട് കൊടുത്തു. അത് ചെക്ക് ചെയ്യും ക്യാപിറ്റൽ എയോ സ്മോൾ എ ആണോ. അല്ല, അപ്പൊ ഈ ഇതിനകത്തൊന്നും ചെയ്യത്തില്ല, വെളിയിൽ വരും. വീണ്ടും നെക്സ്റ്റ് ക്യാരക്ടറിനെ എടുക്കും. അങ്ങനെ ഇത് ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കൗണ്ടിനകത്ത് എത്ര എ ഉണ്ടെന്ന് കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോർ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് ഒരിക്കലും നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ റിപ്പീറ്റ് ഇപ്പൊ ഓരോ നമ്പറായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പിനകത്ത് കൊടുക്കാം. അവസാനത്തെ ഒരു റിസൾട്ട് ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോർ ലൂപ്പിന് വെളിയിൽ വന്നിട്ടേ കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ number of a is കൊടുക്കുക
ഇവിടെ വേണമെങ്കിൽ ക്യാപിറ്റൽ എന്നും കൊടുക്കാം, എസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ കൗണ്ട് വേരിയബിൾ പ്രിന്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. എൻട്രി സെന്റൻസ് പാൻ ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ അവേ തന്നെ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെറ്റർ ഞാൻ ക്യാപിറ്റൽ കൊടുക്കുകയാണ്. ക്യാപിറ്റൽ റീഡ് ചെയ്യുന്നുണ്ടോ എന്നറിയാം. ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ എവേ കൊടുക്കാം. നമ്പർ ഓഫ് ക്യാപിറ്റൽ എ ഓർ സ്മോൾ എ 6. ശരിയാണോ നോക്കാം. 1 2 3 4 5 6 കറക്റ്റാണ്. പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എത്ര എ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കുമ്പോൾ സ്മോൾ എയോ ക്യാപിറ്റൽ എയോ ഉണ്ടെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാനല്ലേ. അപ്പം നിങ്ങൾ ഈ ഓർ ഓപ്പറേറ്ററെ കൊടുക്കാവുള്ളൂ. ചില തെറ്റിച്ച് ആൻഡ് എന്ന് കൊടുക്കും. പിടികിട്ടിയല്ലോ. അപ്പൊ ഈ 2 കണ്ടീഷനും ഉണ്ടെങ്കിൽ മാത്രമേ കൗണ്ട് ഇൻക്രിമെന്റ് ആവത്തുള്ളൂ. അതായത് ഒരു സ്ട്രിങ് കൊടുക്കുമ്പോൾ അതിനകത്ത് ക്യാപിറ്റലെയും സ്മോൾ എയോ ഉണ്ടെങ്കിലേ കൗണ്ട് ഇൻക്രിമെന്റ് ആവുമെന്നായിരിക്കും നിങ്ങൾ എഴുതി കൊടുക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ എയോ സ്മോൾ എയോ ഉണ്ടെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാനല്ലേ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇവിടെ ഓർ ഓപ്പറേറ്റർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടി കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.